ഹലോ മക്കളെ, ഇന്ന് നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്ന മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. എസ് ഐ ഉണ്ട് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, സി എസ് ഉണ്ട് ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. 1 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. രണ്ടുപേരുടെ ഡെൻസിറ്റി നിങ്ങൾ മസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കാം. ഒന്ന് വെള്ളത്തിന്റെ ഡെൻസിറ്റി, വാട്ടറിന്റെ ഡെൻസിറ്റി എസ് ഐ സിസ്റ്റത്തിലാണെങ്കിൽ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, സി എസ് ആണെങ്കിൽ 1 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. അതേപോലെ തന്നെ ഡെൻസിറ്റി ഓഫ് മെർക്കുറി എസ് ഐ സിസ്റ്റം ആണെങ്കിൽ 13600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. സി ജി എസ് ആണെങ്കിൽ 13.6 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഇനി മക്കളെ ഡെൻസിറ്റിയുടെ മിക്സ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ റോ മിക്സ് ഇസിക്കൽ ടു 2 ആണ്. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മാസ് സെയിം ആയിരിക്കണം, വോളിയം അൺനോൺ ആയിരിക്കണം. ഇനി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന മറ്റൊരു ഇക്വേഷൻ ആണ് റോ മിക്സ് ഇസിക്കൽ ടു റോ 1 + റോ 2/2. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വോളിയം സെയിം ആയിരിക്കണം. ഇനി നമ്മൾ പറയാൻ പോകുന്ന പ്രഷർ ആണ്. പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, ഫോഴ്സ് വാക്യൂം പെർ യൂണിറ്റ് ഏരിയ ആണ്. ഇനി ഡെപ്തിലെ പ്രഷർ കാണാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് എച്ച് റോ ജി ആണ്. എച്ച് ഡെപ്തിൽ ഇപ്പം ലേക്കിൽ നിന്ന് ഒരു 20 മീറ്റർ താഴ്ചയിലുള്ള ഒരാളുടെ പ്രഷർ കാണാനായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്വിമ്മറെ ലേക്കിൽ കൂടെ സ്വിം ചെയ്യുന്നു, 20 മീറ്റർ താഴ്ചയുള്ള ആളുടെ പ്രഷർ കാണണമെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് എച്ച് റോ ജി ആണ്. മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഇനി നമ്മൾ പറയാൻ പോകുന്ന പാസ്കൽസ് ലോ ആണ്. പാസ്കൽസ് ലോയുടെ ഇക്വേഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ F1/A1 = F2/A2 ആണ്. മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ A1 A2 ഇപ്പോൾ സർക്കുലർ ക്രോസ് സെക്ഷൻ ഉള്ള പ്ലാറ്റ്ഫോമുകളാണെങ്കിൽ A1 A2 πr1², അതുപോലെ A2 എന്ന് പറഞ്ഞാൽ πr2² ആണ്. അപ്പോൾ F1/πr1² = F2/πr2² ആണ്. ഓർ അതർവൈസ് F1/F2 = R1/R2² എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഇനി മക്കളെ നമ്മൾ പറയാൻ പോകുന്നതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഇവിടെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയെ നമ്മൾ പാർഷ്യലായിട്ടോ കംപ്ലീറ്റ് ആയിട്ടോ ഒരു ലിക്വിഡിനകത്ത് ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡിക്ക് ഒരു അപ്വേർഡ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ അപ്വേർഡ് ഫോഴ്സിനെയാണ് അപ്ത്രസ്യ അഥവാ ബോയൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ആ അപ്ത്രസ്യ അഥവാ ബോയൻ ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആണ്. മക്കളെ അപ്ത്രസ്യ ആണോ ലിക്വേഷൻ ആണ് സിഗ്മ വി ഇൻസൈഡ് ജി. സിഗ്മ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആണ്. വി ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ബോഡി ഇൻസൈഡ് ലിക്വിഡ് ആണ്. ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഇനി മക്കളെ അപ്പാരന്റ് വെയിറ്റ് കാണാൻ, അപ്പാരന്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഇൻസൈഡ് ലിക്വിഡ് ആണ്. അപ്പാരന്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പാരന്റ് വെയിറ്റ് കാണാൻ വേറെ ഒന്നും ചെയ്യേണ്ട, വെയിറ്റ് ഓഫ് ബോഡി ഇൻ എയർ മൈനസ് ആരെ അപ്ത്രസ്റ്റ് കൊണ്ട് കുറച്ചാൽ മതി, നമുക്ക് അപ്പാരന്റ് വെയിറ്റ് കിട്ടും. അപ്പാരന്റ് വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് W × 1 - σ/ρ. മക്കളെ ഫ്ലോട്ടേഷന്റെ കണ്ടീഷനാണ് വെയിറ്റ് ഓഫ് ബോഡി ഈക്വൽ ടു വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. അതേപോലെ ഓർത്തിരിക്കുക, ഫ്രാക്ഷൻ ഓഫ് വോളിയം ഇൻസൈഡ് ലിക്വിഡ് ചോദിച്ചാൽ വി ഇൻസൈഡ് ബൈ വി ഈക്വൽ ടു റോ ബൈ സിഗ്മ ആണ്. അതുപോലെ ഫ്രാക്ഷൻ ഓഫ് വോളിയം ഔട്ട്സൈഡ് ചോദിച്ചാൽ വി ഔട്ട് ബൈ വി ഈക്വൽ ടു 1 - റോ ബൈ സിഗ്മ ആണ്. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ബോഡി, സിഗ്മ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആണ്. മക്കളെ ഇനി അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയ ആണ് ഹൈഡ്രോഡൈനാമിക്സിലെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് വേറെ ഒന്നുമില്ല, നമുക്കറിയാം A1 V1 = മക്കളെ A2 V2 ആണ്. അതായത് ഒരു യൂണിറ്റ് ടൈമിൽ ഫസ്റ്റ് സെക്ഷനിൽ കയറുന്ന എത്ര മാസ് ലിക്വിഡ് ആണോ അത്രയും ലിക്വിഡ് തന്നെ ആയിരിക്കും സെക്കൻഡ് സെക്ഷനിൽ കൂടെ ലീവ് ചെയ്യുന്നത്. അതായത് മാസ് ഓഫ് ലിക്വിഡ് എൻട്രിങ് ഇൻ സെക്ഷൻ 1 = മാസ് ഓഫ് ലിക്വിഡ് ലീവിങ് പെർ യൂണിറ്റ് ടൈം ഇൻ സെക്ഷൻ 2. സോ A1 V1 = A2 V2 ആണ്. ഏരിയ കൂടിയാൽ വെലോസിറ്റി കുറയും. ബെർണോളിസ് പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ ആവുന്ന ഐഡിയൽ ഫ്ലൂയിഡിന്റെ സ്ട്രീം ലൈൻ ഫ്ലോയ്ക്കാണ്. സോ ബെർണോളിസ് പ്രിൻസിപ്പിൾ പറയുന്നത് ഫോർ ആൻ ഐഡിയൽ ഫ്ലൂയിഡ് സ്ട്രീം ലൈൻ ഫ്ലോ സം ഓഫ് പ്രഷർ എനർജി പെർ വോളിയം, കൈനറ്റിക് എനർജി പെർ വോളിയം, പൊട്ടൻഷ്യൽ എനർജി പെർ വോളിയം മക്കളെ കോൺസ്റ്റന്റ് ആണ്. സോ P + ½ ρ V² + ρg is a constant. രണ്ട് സൈഡിൽ വരിക P1 + ½ ρ V² + ρg H1 = P2 + ½ ρ V2² + ρg H2 ആണ്. മക്കളെ ഇനി ഹൊറിസോണൽ പൈപ്പ് ആണെങ്കിൽ, ഹൊറിസോണൽ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഡിഫറൻസ് ലെവൽ ഡിഫറൻസ് വരത്തില്ല. സോ P + ½ ρ V² കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, പ്രഷർ കൂടിയാൽ വെലോസിറ്റി കുറയും, പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി കൂടും. സോ ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നതാണ് ടോറിസെലിസ് എഫ്ലക്സ് ആണ്. സോ ടോറിസെലിസ് എഫ്ലക്സ് ഓർ എഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ലിക്വിഡ് ത്രൂ എ സ്മാൾ ഹോൾ, ഒരു സ്മാൾ ഹോളിൽ കൂടെയുള്ള ലിക്വിഡിന്റെ ഫ്ലോയെ മക്കളെ എഫ്ലക്സ് എന്ന് പറയുന്നത്. എഫ്ലക്സ് വെലോസിറ്റി ഓഫ് എഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് √2gh. ഒരു 99% ഓപ്പൺ ടാങ്കേ നിങ്ങൾക്ക് യോഗ്യതയുള്ളൂ. ഓപ്പൺ ടാങ്ക് ആണെങ്കിൽ √2gh എന്ന് എടുക്കാം. ഇനി അതല്ലെങ്കിൽ ടാങ്ക് ക്ലോസ്ഡ് ആണെങ്കിൽ വെലോസിറ്റി ഓഫ് എഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ ആണ് √2/ρ × P1 - P-atm + 2gh ആണ്. ഇനി ടാങ്ക് ഓപ്പൺ ആകുമ്പോൾ ഈ P1 ഉം P-atm വരും. അപ്പോൾ ആ ടേം അങ്ങ് പോയി √2gh എന്ന രീതിയിൽ മാത്രമാകും. മക്കളെ മനസ്സിലാക്കുക. അടുത്താണ് ഡിസ്ചാർജ്. ഡിസ്ചാർജ് എന്ന് വെച്ചാൽ വോളിയം ഓഫ് ഫ്ലോ ഓഫ് ലിക്വിഡ് പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിലെ ലിക്വിഡ് ഫ്ലോയെ, റേറ്റ് ഓഫ് ഫ്ലോയെ ആണ് മക്കളെ നമ്മൾ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അതായത് വോളിയം ഓഫ് ലിക്വിഡ് ഫ്ലോ വിത്ത് റെസ്പെക്ട് ടു ടൈമിനെയാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏരിയ × വെലോസിറ്റി ആണ്. ഡിസ്ചാർജിന്റെ യൂണിറ്റ് m/s ആണ്. ഇനി ബ്രാഞ്ചിങ് ഓഫ് പൈപ്പ്സ് ആണ് പറയാൻ പോകുന്നത്. ഒരു മെയിൻ പൈപ്പ് ബ്രാഞ്ച് ചെയ്ത് ചെറിയ പൈപ്പ് സെക്ഷൻസ് ആവുന്നു. സോ മെയിൻ പൈപ്പിന്റെ ഏരിയ ആണ് A, അതുവഴി വരുന്ന ലിക്വിഡിന്റെ വെലോസിറ്റി ആണ് V. ബ്രാഞ്ച് പൈപ്പ്സ് ആണ് A1 ആണ് ആദ്യത്തെ ഏരിയ, അടുത്ത A2 ആണ്, A3 ആണ്. സോ മെയിൻ പൈപ്പിൽ നിന്ന് വരുന്ന ലിക്വിഡ് ആണ് മറ്റ് ബ്രാഞ്ച് പൈപ്പിലേക്ക് സബ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. സോ മെയിൻ പൈപ്പിലെ ഡിസ്ചാർജ് ഇൻ മെയിൻ പൈപ്പ് ഈസ് ഈക്വൽ ടു സം ഓഫ് ഡിസ്ചാർജ് ഇൻ ബ്രാഞ്ച് പൈപ്പ്സ് ആണ്.
എ വി ഈസിക്കൽ ടു മോനെ A1 V1 പ്ലസ് A2 V2 പ്ലസ് A3 V3 ആണ്. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ഇനി അത് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇനി അതിപ്പോൾ A2 ചിലപ്പം തരത്തില്ല, ബാക്കി എല്ലാ പാരാമീറ്ററും തരും. A തരും, V തരും, A1 തരും, V1 തരും, A3 തരും, V3 തരും, എന്നിട്ട് പറയും A2 കണ്ടുപിടിക്കുക. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും, ഒരു പാടുമില്ല. ഇനി മക്കളെ നമ്മൾ പറയാൻ പോകുന്നതാണ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ വിസ്കസ് ഫോഴ്സ് ഇസ് ദ ഫോഴ്സ് വിച്ച് ഒപ്പോസസ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ലേയേഴ്സ് ഓഫ് ലിക്വിഡ് ആണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. വിസ്കസ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് -A eta A du/dx. eta is called coefficient of viscosity. വിസ്കസ് ഫോഴ്സ് എപ്പോഴും മക്കളെ ലിക്വിഡ് ലേയേഴ്സിന്റെ അടുക്കുള്ള വിസ്കസ് ഫോഴ്സ് ആണ് -A dv/dx. ഇനി ഒരു സ്പെറിക്കൽ ബോഡി ലിക്വിഡ്സിനകത്തൂടെ മൂവ് ചെയ്യുമ്പോൾ ഒരു സ്പെറിക്കൽ ബോഡിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന വിസ്കസ് ഫോഴ്സ് ചോദിച്ചാൽ കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് 6π eta RV ആൻഡ് ദാറ്റ് ഈസ് കാൾഡ് സ്റ്റോക്സ് ലോ. ഇനി മക്കളെ ആലോചിക്കുക, വിസ്കോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതായത് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ വിസ്കോസിറ്റി മക്കളെ കുറയും. ടെമ്പറേച്ചർ കൂടിയാൽ വിസ്കോസിറ്റി ലിക്വിഡ്സിന്റെ കേസിൽ കുറയും. സെയിം ടൈം ഗ്യാസിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടിയാൽ വിസ്കോസിറ്റി കൂടും, മറക്കരുത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന ടെർമിനൽ വെലോസിറ്റി. ഒരു സ്പെറിക്കൽ ബോഡി ഒരു വിസ്കസ് ഫ്ലൂയിഡിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ തുടക്കത്തിൽ അതിന്റെ വെലോസിറ്റി കൂടും, കൂടി ഒരു പർട്ടിക്കുലർ ടൈം എത്തുമ്പോഴത്തേനും അതിന്റെ വെലോസിറ്റി കൂടി മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യും. എന്നിട്ട് വെലോസിറ്റി കോൺസ്റ്റന്റ് ആവും. ആ കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് വെലോസിറ്റി ആണ് നമ്മൾ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്താൽ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആണ്, അതായത് ബോഡിയുടെ നെറ്റ് ആക്സിലറേഷനും മക്കളെ 0 ആയിരിക്കും. ടെർമിനൽ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണ് 2/9 r² g/eta into rho minus sigma. ഇനി മക്കളെ സർഫസ് ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് സർഫസ് ടെൻഷൻ എന്ന് വെച്ചാൽ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ലെങ്ത് ഓൺ ദ ഇമാജിനറി സർഫസ് ലെയർ ഓഫ് ലിക്വിഡ് ആണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. സർഫസ് ടെൻഷൻ കാണാനുള്ള ഇക്വേഷൻ F/L ആണ്. മക്കളെ ഫോഴ്സ് നീഡഡ് ടു ലിഫ്റ്റ് ഡിഫറെന്റ് ബോഡീസ് ഫ്രം ദ സർഫസ് ഓഫ് ലിക്വിഡ്. സർഫസ് ഓഫ് ലിക്വിഡിൽ നിന്ന് ഒരു ബോഡീസിനെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫോഴ്സ് ആണ് പറയാൻ പോകുന്നത്. ഫോഴ്സ് റെക്കോർഡ് ലിഫ്റ്റ് റോഡിനെയാണ് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഫോഴ്സ് കാണാൻ mg + 2TL ആണ്. ടി എന്ന് പറഞ്ഞാൽ മക്കളെ സർഫസ് ടെൻഷൻ ആണ്. തിക്കറിംഗ് ആണെങ്കിൽ mg + 2πt × r1 + r2 ആണ്. ഇനി തിൻ റിംഗ് ആണെങ്കിൽ mg + 2π × r1 + r2 ന് വരാം, r + r ആവും, 2r ആവും, ദാറ്റ് ഈസ് mg + 4π rt ആവും. ഇനി മക്കളെ ഡിസ്ക് ആണെങ്കിൽ ഫോഴ്സ് റെക്കോർഡ് ലിഫ്റ്റ് ആണെങ്കിൽ mg + 2π rt ആണ്. തിക്ക് സ്ക്വയർ ഫ്രെയിം ആണെങ്കിൽ mg + ATL. തിക്കായിട്ടുള്ള സ്ക്വയർ ഫ്രെയിം ആണെങ്കിൽ mg + 40 × L1 + L2. ഇനി പിന്നെ 90% കേസുകൾ അവർ ഈ വെയിറ്റ് mg തരാൻ സാധ്യതയില്ല. mg തന്നില്ല. ഇപ്പോൾ ഡിസ്കിന്റെ കേസിൽ mg തന്നില്ല, നിങ്ങൾ 2π rt എടുത്താൽ മതി. കഴിഞ്ഞ നീറ്റിന് ഡിസ്കിൽ നിന്നായിരുന്നു ക്വസ്റ്റ്യൻ, അപ്പം മറക്കരുത്. ഇനി മക്കളെ ഒരു ലിക്വിഡ് ഡ്രോപ്പിന്റെ റേഡിയസ് സ്മോൾ ആറിൽ നിന്ന് ക്യാപിറ്റൽ ആറിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ വർക്ക് ഡൺ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ T × delta A ആണ്. അതായത് സർഫസ് ടെൻഷൻ ഇൻറ്റു ഇൻക്രീസ് ഇൻ ഏരിയ, സർഫസ് ഏരിയ ആണ് T × delta A, ദാറ്റ് ഇസ് T × 4π capital R² - 4π small r². ഒരു സോപ്പബിളിനെയാണ് നമ്മൾ സ്മോൾ ആർ റേഡിയസ് നിന്ന് ക്യാപിറ്റൽ ആർ റേഡിയസിലേക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ T × 8π r², അതായത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. T × 8π r² - 8π small r² ആണ്. ഇനി വർക്ക് ഡൺ ടു എക്സ്പാൻഡ് എ റെക്ടാങ്കുലർ ഫിലിം, ഒരു റെക്ടാങ്കുലർ ഫിലിമിനെ L1 B1 ഡയമെൻഷൻ ചെയ്യുന്ന L2 B2 ഡയമെൻഷനിലേക്ക് മാറ്റണമെങ്കിൽ T × L2 B2 - L1 B1 ആണ്. ഇനി ഒരു ബിഗ് ഡ്രോപ്പിനെ മക്കളെ n സ്മോൾ ഡ്രോപ്സ് ആക്കാനുള്ള വർക്ക് ഡൺ ക്യാൻ ബി ഗിവൺ ബൈ ദ ഫോർമുല 4π r² T × n⁻⁻³ - 1 ആണ്. ഓർക്കുക, ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ മക്കളെ n⁻⁻³ സ്മോൾ ആർ ആണ്. ഇനി എക്സസ് പ്രഷർ എന്ന് പറഞ്ഞാൽ മക്കളെ ഇൻസൈഡ് പ്രഷർ എപ്പോഴും ഔട്ട്സൈഡ് പ്രഷറിനേക്കാൾ കൂടുതലായിരിക്കും. ഇൻസൈഡ് പ്രഷറും ഔട്ട്സൈഡ് പ്രഷറും തമ്മിലുള്ള വ്യത്യാസമാണ് എക്സസ് പ്രഷർ എന്ന് പറയുന്നത്. എക്സസ് പ്രഷർ ലിക്വിഡ് ഡ്രോപ്പ് ഒക്കെ ആണെങ്കിൽ 2T/R, സർഫസ് നമ്പർ ഓഫ് സർഫസ് 1 ആണെങ്കിൽ 2T/R ആണ്. ഇനി സോപ്പ് ബബിള് അതുപോലെ തന്നെ എയർ ബബിൾ ഇൻ എയർ ഒക്കെ ഇതുപോലുള്ള കേസിലൊക്കെ ആണെങ്കിൽ എക്സസ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ 4T/R ആണ്. ഇനി മക്കളെ ക്യാപ്പിലാരിറ്റി ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ക്യാപ്പിലാരിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ദ ഫിനോമിനൻ ഓഫ് റൈസ് ഓഫ് ഫാൾ ഓഫ് ലിക്വിഡ് ത്രൂ എ സ്മോൾ ട്യൂബ് ഡിപ്ഡ് ഇൻ ദാറ്റ് ലിക്വിഡ്, അതിനെയാണ് നമ്മൾ ക്യാപ്പിലാരിറ്റി എന്ന് പറയുന്നത്. ക്യാപ്പിലാരി ഹൈറ്റ് ഓഫ് ലിക്വിഡ് റൈസിനെ ക്യാപ്പിലറി ട്യൂബ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ ആണ് H = 2T cos θ/r ആണ്. സോ ഹൈറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ആണ്. റേഡിയസ് ഓഫ് ട്യൂബ് കൂടിക്കഴിഞ്ഞാൽ ഹൈറ്റ് കുറയും. സോ H1/H2 = R2/R1 ആണ്. അതുപോലെ തന്നെ ഓർക്കുക, മാസ് ഓഫ് ലിക്വിഡ് റൈസിന്റെ ക്യാപ്പിലറി ട്യൂബ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ്. അപ്പോൾ റേഡിയസ് ഡബിൾ ആയെന്ന് പറയാം, അപ്പോൾ മാസും ഡബിൾ ആവും. റേഡിയസ് ട്രിപ്പിൾ ആയാൽ മാസും ട്രിപ്പിൾ ആവും. കയറുന്ന മാസിന്റെ അളവ് അതുപോലെ കൂടും. സോ മക്കളെ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ടും ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഇക്വേഷൻസ് ആയിട്ട് നോട്ട് ചെയ്തുകൊണ്ട് പോകേണ്ടത്. ഇതിനകത്തുനിന്ന് ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഈ ഇക്വേഷൻസ് ബേസ് ചെയ്ത് ഉറപ്പായിട്ട് വരും. ഇത്രയും നിങ്ങൾ നോക്കാതെ പോകരുത്. ഓൾ ദി ബെസ്റ്റ്.